നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് ചില ജോലികളൊക്കെ കിട്ടും. പണ്ട് കാലത്ത് ചുവരെഴുത്തുകാരായിരുന്നു. ഇപ്പോൾ ചുവരെഴുത്ത് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അത്തരം കലാകാരന്മാർക്ക് ജോലി അധികം ലഭിക്കുന്നില്ല. പക്ഷേ ഈ ഫ്ലക്സ് പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ കൊടികെട്ടുക, അതുപോലുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ തന്നെ ഈ കൊടികെട്ടലും ബാനർ കെട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് പാർട്ടി പ്രവർത്തകരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. നിരവധി പാർട്ടി പ്രവർത്തകർ ഉറക്കമിളച്ചും അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിച്ചും ബാനർ വഴിനീളെ വിരിച്ചും ഒക്കെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ആ സമയത്തൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു കാലം വരികയാണ്. ഇപ്പോൾ ജോലി ആർക്ക് കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഏത് ഒരു പാർട്ടി ആയാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടി പ്രവർത്തകരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊക്കെ വോളണ്ടിയേഴ്സാണ്, നിസ്വാർത്ഥമായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർ തന്നെ ഇറങ്ങി പുറപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുകയും ബാനർ നാട്ടുകയും ഒക്കെ തന്നെ ചെയ്യുന്നതാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പുതുയുഗ യാത്ര, അതുപോലെ വികസന സന്ദേശ യാത്ര തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെ രണ്ട് പാർട്ടികൾക്കും പ്രവർത്തകരെ കിട്ടാനില്ല എന്നതാണ് വാർത്ത. എല്ലാം ബംഗാളികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതായത് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനുമൊന്നും ഇത്തരത്തിൽ വെയിൽ കൊണ്ടും മഴ നനഞ്ഞുമൊക്കെ കൊടി തോരണങ്ങൾ കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും ബാനർ ഒട്ടിക്കാനും ഒന്നും ആളെ കിട്ടാതായിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ബംഗാളികൾക്കും അത്യാവശ്യം കോളാണ്. അവർക്കും ജോലി എന്തെങ്കിലുമൊക്കെ കിട്ടും. അവർക്ക് പൈസ കൊടുക്കണം. പൈസ കൊടുക്കാതെ അവർ ചെയ്യില്ല. ഒരു ദിവസത്തെ കൂലി എന്തായാലും കൊടുത്തേ പറ്റൂ. അവർ ഒരു ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട് ഏതവസ്ഥയിലേക്ക് പോയി എന്നുള്ളതിന്റെ ഒരു ചിത്രം കൂടി ഈ ഒരു സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾക്ക് വ്യക്തമാവുകയാണ്, ബോധ്യമാവുകയാണ്. ഇവിടെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ സ്വന്തം നേതാവിനെ ജയിപ്പിക്കണം, സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം, സ്വന്തം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്യണം എന്നുള്ള ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ട് എല്ലാം ബംഗാളികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. എല്ലാ ജോലിയും ഇവരാണ് ചെയ്യുന്നത്. ഒരു ബംഗാളി പോലും ഇല്ലാത്ത ഒരു സ്ഥാപനം കാണണമെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ചെല്ലണം. ഞാനത് ഒരു 1.5 വർഷം മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൽ ഒറ്റ ബംഗാളികളില്ല. അവിടെ പാത്രം കഴുകുന്നത് ഉൾപ്പെടെ, അവിടെ പാചകം ചെയ്യുന്നത്, അവിടെ വെയിറ്റർമാര്, അവിടെ ഓഫീസ് സ്റ്റാഫ് ഒക്കെ തന്നെ മലയാളികളാണ്. അത് അന്യ സംസ്ഥാനത്ത് പോയാലും, ഇപ്പൊ രാജസ്ഥാനിലെ ജയ്പൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ്, അതുപോലെ തന്നെ ഡൽഹിയിലെ ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ പോയാലും അവിടുത്തുകാർ പോലുമില്ല, അവിടുത്തെ ഡൽഹി നിവാസികൾ പോലുമില്ല, എല്ലാം മലയാളികളാണ്. അത്തരത്തിൽ ഒരു വ്യത്യാസം ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. രാഷ്ട്രീയമായി കുറച്ച് അവരുടെ ചില ആശയങ്ങളോട് വ്യത്യാസമുണ്ടെങ്കിലും അത് വളരെ പോസിറ്റീവായ കാര്യമായി തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം ബംഗാളികളുടെ കൂടി, അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂടി കാലമാണ്. അവർ നാടുനീളെ നടന്ന് പോസ്റ്റർ ഒട്ടിക്കും, നാടുനീളെ നടന്ന് ചുവരെഴുതും, വേണമെങ്കിൽ ചുവരും എഴുതും. ഇവരുടെ ചുവരെഴുത്തൊക്കെ ചില അക്ഷരത്തെറ്റുകളിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവരെ ചില പഞ്ചായത്തുകളിൽ ചുവരെഴുതാൻ ഏൽപ്പിച്ചു. അവർ സ്ഥാനാർത്ഥികളുടെയൊക്കെ പേര് മാറ്റി എഴുതി, അതുപോലെ തന്നെ അവർക്ക് ഒരു ചിത്രം വരച്ചതുപോലെ കൊടുക്കും. അത് നോക്കി ഇങ്ങനെ വരയ്ക്കുക മാത്രമാണ്. അവർക്ക് മലയാളം എഴുതാൻ അറിയില്ലല്ലോ, വായിക്കാനും അറിയില്ല. അപ്പൊ പിന്നെ അത്തരത്തിലുള്ള ചില തെറ്റുകളും രസകരമായ ചില പോസ്റ്ററുകളും ഒക്കെ സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ ഈ പുതുയുഗ യാത്ര, VD സതീശന്റെ പുതുയുഗ യാത്ര UDFന്റെ, അതിനിടയിൽ വഴിനീള ബംഗാളികളായിരുന്നു. നേരിട്ട് കണ്ട കാര്യമാണ്. അത് കണ്ടപ്പോഴാണ് ഈ ഒരു കാര്യം ജനങ്ങളെ ഒന്ന് വെറുതെ അറിയിക്കണം എന്ന് തോന്നി. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഈ മത്സരവും രാഷ്ട്രീയവും മാത്രം പോരല്ലോ, ഇത്തരം രസകരമായ ചില കാര്യങ്ങൾ കൂടി അതിനകത്ത് കടന്നു വരണ്ടേ. അതുകൊണ്ടാണ് വഴിനീള ബംഗാളികളായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, കോൺഗ്രസ്സുകാർക്ക് എന്തേ ആളെ കിട്ടാത്തത് കോട്ടയം ജില്ലയിൽ? അതും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കോട്ടയം ജില്ലയിൽ, കോൺഗ്രസിന് ശക്തമായ സാന്നിധ്യമുള്ള ഈ ജില്ലയിൽ, കോട്ടയം ടൗണിൽ ഒരു 10 കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യം ഈ 50ഉം 60ഉം ബംഗാളികളെ വിളിച്ചു വരുത്തി എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കുകയും എല്ലായിടത്തും കൊടിതോരണങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ രസകരങ്ങളായ കാഴ്ച കാണാനിടയായി. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലും മറ്റ് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും ഒക്കെ തന്നെ ആളെ കിട്ടാതായിരിക്കുന്നു നേതാക്കൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. BJPയിലേത് ഞാൻ പറയുന്നില്ല, കാരണം കണ്ടെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ VN വാസവന്റെ വികസന സന്ദേശ യാത്രക്കിടയിലും 10-20ഓളം ബംഗാളികളെ കാണാൻ ഇടയായതായി ഒരു സുഹൃത്ത് പറഞ്ഞു. ഞാനത് കണ്ടില്ല. അപ്പം ഈ ഇലക്ഷൻ ബംഗാളികളുടെ കൂടി കാലമാണ്. ബംഗാളിൽ, ഞാനത് ഒരു ആലങ്കാരികമായിട്ട് പറയുകയാണ്, ബംഗാളിൽ CPM ഒക്കെ തോറ്റു തുന്നമ്പാടിയെങ്കിലും ആ ബംഗാളികളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വന്ന് സസുഖം ജീവിക്കുന്നു. ഒപ്പം അവർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നു എന്നതും കൗതുകകരം തന്നെ. അപ്പം
ബംഗാളികൾ ഇല്ലാതെ എന്ത് ഇലക്ഷൻ?